മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ വൈകുന്നേരം തിരുവനന്തപുരത്ത് തീർത്ഥവാദ മണ്ഡപത്തിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10-18 കൊല്ലമായിട്ട് മുടങ്ങാതെ ഒരു മാസത്തിൽ ഒരു ക്ലാസ് അവിടെ പതിവുണ്ട്. ഇന്നലത്തെ ക്ലാസ്സിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിൻ്റെ ഒരു പുതിയ വിങ് കഴിഞ്ഞ 2 മാസമായിട്ട് പ്രവർത്തിക്കുന്നു. അക്കാഡമി ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ്. അതിൽ നമ്മളുടേതായിട്ടുള്ള പൈതൃകം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. എല്ലാം സീരിയൽ നമ്പർ ഇട്ടിട്ടാണ്. 24 സീരിയൽ നമ്പറായി. ആ ഷീറ്റ് വെച്ചിട്ടാണ് ഇപ്പം ക്ലാസ് എടുക്കുക. നോട്ട് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുക. സാധാരണഗതിയിൽ ആവേശകരമായിട്ടുള്ള പ്രഭാഷണം നടത്തി തീരുമ്പോൾ പലരും പറയാറുണ്ട് ഒരു മഴ പെയ്ത് തീർന്ന അനുഭവമാണ് എന്ന്. പക്ഷെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ എന്നും യൂട്യൂബിലൂടെ പറയുന്നത് പോലെ ക്ലാസ് എടുത്തത് നോട്ട് വെച്ചിട്ടായിരുന്നു. ഇന്നലെ 1 മണിക്കൂർ 5 മിനിറ്റ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ, വേദഗ്രന്ഥങ്ങൾ, ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ, ആരണ്യക ഗ്രന്ഥങ്ങളെക്കുറിച്ച് വിവരിച്ചു. 400 പേരുണ്ടായിരുന്നു. വളരെ പിൻ ഡ്രോപ്പ് സൈലൻ്റായിട്ട് ഈ നോട്ട് നോക്കിക്കൊണ്ട് അവരത് മുഴുവൻ അറിയാനുള്ള ആ ശ്രമം ഗംഭീരമായിട്ട് 7:05 മുതൽ 7:30 വരെ ഒരു വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. വേറൊരു പ്രിന്റഡ് നോട്ട് കൊടുത്ത് ഭൂതസംഖ്യയെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഇന്ന് കേരളത്തിൽ ഭൂതസംഖ്യ അറിയാവുന്നവരാരും ഇല്ല. വളരെ ലളിതമായിട്ടുള്ള ക്ലാസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂമി, ചന്ദ്രൻ, രൂപം, ഇതിൻ്റെ പര്യായ പദങ്ങൾക്കൊക്കെ 1 എന്ന നമ്പർ, കണ്ണ്, ചെവി, കയ്യ്, കാല്, കർണം, ശ്രോത്രം, നേത്രം, നയനം, അക്ഷി, ഹസ്തം, കരം, പാദം, കൈ 2 ഉള്ളത് കൊണ്ട് 2 എന്ന നമ്പർ. ത്രിസന്ധ്യ, സന്ധ്യ എന്ന് പറഞ്ഞാൽ 3 നമ്പർ. ത്രിഗുണം, ഗുണം എന്ന് പറഞ്ഞാൽ 3 നമ്പർ. രാമൻ എന്ന് പറഞ്ഞാൽ 3 നമ്പർ. പരശുരാമൻ, ബലരാമൻ, ശ്രീരാമൻ ഉള്ളത് കൊണ്ട്. അഗ്നി എന്ന് പറഞ്ഞാൽ 3 നമ്പർ. അതിൻ്റെ പര്യായ പദങ്ങളും ആഹവനീയാഗ്നി, ദക്ഷിണാഗ്നി, ഗാർഹവത്യാഗ്നി, 3 അഗ്നി ഉള്ളത് കൊണ്ട് യാഗശാലയിൽ 3 എന്ന നമ്പർ. വേദം എന്ന് പറഞ്ഞാൽ 4, വനം എന്ന് പറഞ്ഞാൽ 4, സമുദ്രം എന്ന് പറഞ്ഞാൽ 4, പഞ്ചഭൂതം, ഭൂതം എന്ന് പറഞ്ഞാൽ 5, പഞ്ചശരം, ശരം എന്ന് പറഞ്ഞാൽ 5, പഞ്ചേന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ 5, ഭൂതം എന്ന് പറഞ്ഞാൽ 5, ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ 5, അതുപോലെ ശരം എന്ന് പറഞ്ഞാൽ 5. ഷഡ് ഋതു, ഋതുക്കൾ 6. ഷഡ് രസം, ടേസ്റ്റ്, നവരസ അല്ല, ഷഡ് രസം, അത് 6. അതുപോലെ സപ്തസ്വരം, സ്വരം എന്ന് പറഞ്ഞാൽ 7. സപ്ത ഋഷികൾ, ഋഷി എന്ന് പറഞ്ഞാൽ 7, അതിൻ്റെ പര്യായങ്ങളും 7. അഷ്ടവസുക്കൾ, വസു എന്ന് പറഞ്ഞാൽ 8. അഷ്ടദിക്ക്, ദിക്ക് എന്ന് പറഞ്ഞാൽ 8. നവരന്ധ്രം, ശരീരത്തിലെ സുഷിരങ്ങൾ 9 ആയതുകൊണ്ട് 9. നന്ദവംശത്തിലെ പ്രസിദ്ധരായ രാജാക്കന്മാർ 9 ആയതുകൊണ്ട് നന്ദ എന്ന വാക്കിനും 9 എന്നർത്ഥം. ഗ്രഹം, നവഗ്രഹമായതുകൊണ്ട് ഗ്രഹം എന്ന് പറഞ്ഞാൽ 9. 10 നമ്പറില്ല. 11 ഏകാദശ രുദ്രന്മാർ. രുദ്രന് 11 ഭാവങ്ങളാണുള്ളത്. അപ്പോൾ ശിവൻ, ശങ്കരൻ, പാർവതി, വല്ലഭൻ എന്നൊക്കെ പറയുമ്പോൾ 11 എന്ന നമ്പർ എഴുതണം. 12 സൂര്യന്മാർ. 12 രാശികളിൽ സൂര്യൻ 12 രീതിയിലാണ്. അതുകൊണ്ട് സൂര്യന് 12 ഭാവമുള്ളത് കൊണ്ട് സൂര്യൻ എന്ന് പറഞ്ഞാൽ 12. വിശ്വേദേവ എന്ന വാക്ക് ഉപയോഗിച്ചാൽ 13. മനു എന്ന വാക്ക് ഉപയോഗിച്ചാൽ 14, മന്വന്തരം. തിഥി 15 തിഥികളുള്ളത് കൊണ്ട് 15. നക്ഷത്രം 27 ആയതുകൊണ്ട് നക്ഷത്രം എന്ന വാക്ക് ഉപയോഗിച്ചാൽ 27. മനുഷ്യന് പല്ല് 32 ആയതുകൊണ്ട് ദന്തം എന്ന് ഉപയോഗിച്ചാൽ 32. ഈ നമ്പർ ആദ്യം പറയുന്നത് 1-ാം സ്ഥാനത്തും, രണ്ടാമത് പറയുന്ന 10-ാം സ്ഥാനത്തും, മൂന്നാമത് പറയുന്ന 100-ാം സ്ഥാനത്തും, നാലാമത് പറയുന്നത്
1000ാമത്തെ സ്ഥാനത്തും എഴുതണം. ശര അദ്രി രാമ അനല യോജനാൻ. ശരം 5, അദ്രി 7, രാമൻ 3, അഗ്നി 3, 3375. ഇടത്തോട്ട് എഴുതണം. ഇടത്തോട്ടെന്ന് ഉദ്ദേശിച്ചത് 1ാം സ്ഥാനത്ത്, 10ാം സ്ഥാനത്ത്, 100ാം സ്ഥാനം. ഇതേതാണ്ട് അരമണിക്കൂർ തിരുവനന്തപുരത്തെ നോട്ട് കയ്യിൽ കൊടുത്തിട്ട് തീർത്ഥവാദ മണ്ഡപത്തിൽ ക്ലാസ് എടുത്തു. പ്രഭാഷണം കേൾക്കാൻ 450 പേരുണ്ടായിരുന്നു. ഇത് പഠിക്കാൻ 250 പേരുണ്ടായിരുന്നു. അവർക്ക് അത്ഭുതകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ഇത്രയും ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, നമ്മളിൽ ഓരോരുത്തരും ഒരു മഹായജ്ഞം ഏറ്റെടുത്തു എന്ന് വിചാരിക്കുക. മൺമറഞ്ഞു പോയ അറിവുകളിൽ ഒരറിവെങ്കിലും പരിശുദ്ധമായ രീതിയിൽ സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ ജീവിത ദൗത്യം ധന്യമായി എന്ന് കരുതാൻ നമുക്ക് സാധിക്കണം. ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഫോണിലൂടെയും പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരിൽ പോയപ്പോൾ നേരിട്ട് കണ്ടതാണ്, സാറേ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി എന്ത് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, dharmanews.com എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ന്യൂസ് ലെറ്റർ ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അത് കളക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തോളാം. ഞാൻ തിരുവനന്തപുരത്ത് ഇല്ലെങ്കിൽ അതാത് ദിവസത്തെ ന്യൂസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യണം. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇതൊരു വലിയ പുണ്യമാണ് സാറേ, ഭയങ്കര സന്തോഷമുണ്ട് സാറ് എന്നെ വിശ്വസിച്ചത് ഏൽപ്പിച്ചതിൽ, വളരെയധികം ആഹ്ലാദം തോന്നുന്നു, ഞാനത് തീർച്ചയായിട്ടും ചെയ്തോളാം, അതെനിക്കൊരു പുണ്യമാണ് സാർ എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞില്ല. കുറേ പറഞ്ഞു. 2-3 ദിവസം അദ്ദേഹം അത് ചെയ്തു. അത് ചെയ്യുന്നതിൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ന്യൂസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻ്റർനെറ്റിൽ തന്നെ ഉണ്ട്. അതൊന്ന് കോപ്പി ചെയ്തിട്ട് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സാറേ ഇത് മഹാ തലവേദനയാണ്, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല, വേറെ സാർ എന്തെങ്കിലുമൊക്കെ എഴുതുകയാണെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിത്തരാം എന്ന് പറഞ്ഞു. ഇതല്ല ആവേശം. ഒരു ചെറിയ കാര്യമേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഷെഡ്യൂൾ ചെയ്ത് അടുത്ത 2-3 ദിവസത്തേക്ക് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. എല്ലാ ദിവസവും ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആവേശത്തോടുകൂടി ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ മാറ്റിമറിക്കുമെന്ന് ധരിച്ച് വളരെയധികം ഫ്ലവറി ലാംഗ്വേജൊക്കെ പറഞ്ഞ ആൾക്ക് ചെറിയൊരു ഉത്തരവാദിത്വം കൊടുത്തപ്പോൾ അത് ഭയങ്കര തലവേദനയായി എന്ന് പറയുന്നൊരവസ്ഥ. ഈ ലോകത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പങ്ക്ച്വാലിറ്റി ഉണ്ട്, സിൻസിയറിറ്റി ഉണ്ടാവണം, ഡിവോഷൻ ഉണ്ടാവണം, ഡെഡിക്കേഷൻ ഉണ്ടാവണം. അല്ലാത്തവരതിനെ ഇറങ്ങി പുറപ്പെടരുത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കഴിഞ്ഞ തലമുറ നമുക്ക് തന്നത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാത് സാധിക്കുക? ഏതെങ്കിലും സംഘടനയ്ക്കോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിജീവികൾക്കോ അടുത്ത ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കലാകാരന്മാർക്കോ അങ്ങനെയുള്ളവർക്ക് ഈ നാടിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമോ? ഇതുപോലൊരു ദൗത്യം ഏറ്റെടുക്കാൻ സാധിക്കുമോ? അവർക്ക് TA DA ഓണറേറിയം, അവരുടെ ശമ്പളം, കുറേ പൈസ, അങ്ങനെയൊക്കെയല്ലേ അവർക്ക് പറ്റുള്ളൂ. അവരിൽ നിന്ന് നമ്മളുടെ പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും പുരാതനമായതാണെങ്കിൽ പോലും നൂതനമായത് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുമോ? കുറേ വ്യക്തികളെങ്കിലും ത്യാഗപൂർണമായിട്ട് ഇറങ്ങി പുറപ്പെട്ടാലേ സാധിക്കുള്ളൂ എന്ന് ഇന്നലെ പറഞ്ഞു. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ 250 പേര് ഭൂതസംഖ്യ അരമണിക്കൂർ കൊണ്ട് പഠിച്ചു, നിങ്ങളതിൽ കുറേ പേരെ പഠിപ്പിക്കണം. കുറേ യുവാക്കളും യുവതികളും ഇന്നലെ ഉണ്ടായിരുന്നു. അത് കുറേ പേരെ പഠിപ്പിക്കാൻ 15 മിനിറ്റ് മതി. ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനാണെങ്കിൽ സമയമേ വേണ്ട, അത്ര ഗംഭീരമായിട്ട് പഠിപ്പിക്കാൻ സാധിക്കും. അതൊന്ന് ചെയ്തുകൂടെ? എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ചെയ്തോളാം, ഇന്ന് തന്നെ വൈകുന്നേരം ചെയ്തോളാം. ഈ കഴിഞ്ഞ തലമുറ നമുക്ക് തന്നത് അറിയാവുന്നവരില്ല എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം അറിയാവുന്നവര് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. 10-15 മിനിറ്റ് മതി.
ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഭൂതസംഖ്യ. അത്രേ ഉള്ളു പഠിക്കാൻ. കണ്ണൻ എന്ന് പറഞ്ഞാൽ 2, രാമൻ എന്ന് പറഞ്ഞാൽ 3, വേദം എന്ന് പറഞ്ഞാൽ 4. അതിന് കാരണവും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഇടത്തോട്ട് എഴുതി പോവുക, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പല വാക്കുകൾ ഉപയോഗിക്കാം, പര്യായ പദങ്ങൾ. അങ്ങനെ ഒരു ഭൂതസംഖ്യ പഠിക്കുന്ന പോലെ കടവയാതി നമ്പർ സിസ്റ്റം അടുത്ത ക്ലാസ്സിൽ എടുക്കാന്ന് പറഞ്ഞു. നമ്മുടെ പൈതൃകത്തിലെ നന്മകൾ പഠിപ്പിക്കാതിരിക്കാൻ ധാരാളം പേര് ശ്രമിക്കുന്നുണ്ട്. ക്രിസ്ത്യാനി എന്ത് ചെയ്താലും ഒരു പ്രശ്നം അവർക്കില്ല. മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല. ഈ നാടിന്റെ പൈതൃകത്തിന്റെ ഏതെങ്കിലും ഭാഗം പഠിക്കുകയോ പഠിപ്പിക്കുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിനെ മാത്രം എതിർക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും അതിനെതിരെ കല്ലെറിയുകയും അത് പഠിപ്പിക്കുന്നത് മാത്രം വർഗീയമാവുകയും മറ്റൊന്നും വർഗീയമല്ല. ഇപ്രാവശ്യം കേരളത്തിലെ ഗവൺമെന്റ് ഓഫീസുകളിലെല്ലാം ഈ ക്രിസ്തുമസ് യേശുക്രിസ്തുവിന്റെ പുൽക്കൂടിലൂടെയാണ് വെച്ചത്. ശരിക്കും മഹാബലിയെ സ്വീകരിക്കുന്നതിന് പകരം വാമനനെ സ്വീകരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ വർഗീയമായി. വാമനൻ ഒരു മതമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, മഹാബലിയും മതമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആ ഓണം ആഘോഷവും മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് യേശുക്രിസ്തു മതം ഉണ്ടാക്കിയ ആളാണ്, ഏകരക്ഷകനാണ്, മറ്റൊരാളെയും വിശ്വസിക്കരുതെന്ന് പറഞ്ഞ ആളാണ്, ഏക ദൈവത്തിന്റെ അനുയായികളാണ്, ഏക പുസ്തകത്തിന്റെ അനുയായികളാണ്, മറ്റൊന്നും സ്വീകരിക്കരുത്, ഇത് തന്നെയാണ്. പക്ഷെ മാനസാന്തരപ്പെടുവിനെന്ന് പറഞ്ഞ അതേ ക്രൈസ്തവ വംശത്തിന്റെ പരമ്പരയുടെ ആദ്യ ഭാഗത്തിലുള്ള ശുദ്ധ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ക്രിസ്തുവിന്റെ ജനനം ഗവൺമെന്റ് ഓഫീസുകളിലെല്ലാം സെലിബ്രേറ്റ് ചെയ്തു. ആൾ ഇന്ത്യ റേഡിയോയിൽ പോയപ്പോൾ ഞാനത് കാണേണ്ടായി നേരിട്ട്. അവിടെയൊക്കെ ക്രിസ്തുമസ് ട്രീ വെക്കുന്നത് മനസ്സിലാക്കാം. ഇത് നേരെ ദൈവപുത്രനും ദൈവവും മതവും മാത്രം അടിസ്ഥാനമാക്കിയിട്ട് വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോ അതൊന്നും ഒരു പ്രശ്നമില്ല, ഒക്കെ മതേതരത്വമാണ്. തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ എല്ലാ മുറികളിലും ക്രിസ്തുമസിന്റെ പുൽക്കൂട് വെച്ചിട്ട് അതിന് സെലിബ്രേഷൻ ഉണ്ട്, അതിന് അവാർഡ് ഉണ്ട്, അതൊരു വലിയ ഫംഗ്ഷനാണ്. അതേ സമയത്ത് വിജയദശമിയോ വിദ്യാരംഭമോ വിനായക ചതുർത്ഥിയോ രാമായണ മാസമോ അതിനകത്ത് പോലും കയറ്റില്ല. അകത്തുള്ളത് മുഴുവനും ഹിന്ദുക്കളെ സംസ്കൃതം പഠിക്കുന്നവരാണ്. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടുകൂടി ജീവിക്കുന്നവരോ നിലനിൽക്കുന്നവരോ പ്രവർത്തിക്കുന്നവരോ ആണുള്ളത് എന്ന കാരണത്താല് മറ്റെന്തുമാവാം. ഹൈന്ദവ ജനതയ്ക്ക് വേണ്ടിയിട്ട്, ഈ സംസ്കാരത്തിന് വേണ്ടിയിട്ട്, ഈ നാടിന്റെ ചൈതന്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് വർഗീയമായി, അത് മറ്റു പലതുമായി. അതുകൊണ്ട് ചെടിയുടെ കടയ്ക്ക് വെള്ളമൊഴിക്കണം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നമ്മുടെ പൈതൃകത്തിലെ ഓരോ വശവും പഠിച്ച് അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചാൽ അടിമുടി മാറ്റം വരും. ഒരു ശങ്കരാഭരണം സിനിമ സംഗീത മണ്ഡലത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുമെങ്കിൽ അതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വലിയ മാറ്റത്തിന് നമ്മുടെ പൈതൃകത്തിന്റെ നന്മകൾ ഉൾക്കൊള്ളാൻ ജനങ്ങൾ മുമ്പോട്ട് വരുന്നതിന് കാരണമാകുന്നു. എങ്കിൽ കുറേ അധികം വ്യക്തികൾ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെയും ബ്ലോഗിലൂടെയും എല്ലാം ഇത് പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ്. അതിനെ എതിർക്കുന്നവർ എതിർക്കട്ടെ, അതിനെ അനുകൂലിച്ച് പ്രവർത്തിക്കുന്നവർ പ്രവർത്തിച്ചാൽ നിലനിൽക്കേണ്ടത് നിലനിൽക്കും, നിലനിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രകൃതി തീരുമാനിക്കുന്നതിനെ കാലം തന്നെ അടിച്ചു തെറിപ്പിക്കും. ഇന്നലെ തീർത്ഥവാദ മണ്ഡപത്തിലെ ഭൂതസംഖ്യയുടെ ക്ലാസ് വളരെയധികം അത്ഭുതം തോന്നി. ഇനി എവിടെ പ്രഭാഷണങ്ങൾ ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഒരു അരമണിക്കൂറോ 15 മിനിറ്റോ ഭൂതസംഖ്യ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രൂഷറുകൾ തയ്യാറാക്കിയിട്ട് വിതരണം ചെയ്യാണ്. 10,000 കോപ്പി അത് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതെ, വളരെ പെട്ടെന്ന് കേരളത്തിലെ ജനങ്ങൾ ഭൂതസംഖ്യ അറിയുന്നൊരവസ്ഥ അടുത്ത ദിവസം മുതൽക്ക് തീർച്ചയായിട്ടും ഈ മറ്റന്നാളെ കോട്ടയത്ത് സ്വാമിയാർ മഠത്തില് നാരായണീയ സത്രമുണ്ട്. നാരായണീയ സത്രത്തിൽ കടവയാതി നമ്പർ സിസ്റ്റവും കൂടി ഒന്ന് പഠിപ്പിക്കണം. കാരണം നാരായണീയം അവസാനിക്കുന്നത് ആയുരാരോഗ്യ സൗഖ്യം എന്ന വാക്കിലാണ്. ആ എന്ന് പറഞ്ഞാൽ 0, യാ എന്ന് പറഞ്ഞാൽ 1, രാ എന്ന് വെച്ചാൽ 2, രോ എന്ന് വെച്ചാൽ 2, ഗ്യാ എന്ന് പറഞ്ഞാൽ 1. കലിയുഗം തുടങ്ങിയിട്ട് സാ എന്ന് വെച്ചാൽ 7, ക്യ എന്ന് വെച്ചാൽ 1. അപ്പോൾ കലിയുഗം തുടങ്ങിയിട്ട് 17,12,210 ദിവസം കഴിഞ്ഞിട്ടാണ് നാരായണീയം എഴുതി തീർത്തത് എന്നുള്ളതാണ് ആയുരാരോഗ്യ സൗഖ്യം എന്ന നമ്പറിന്റെ അർത്ഥം. അപ്പൊ നാരായണീയത്തോടൊപ്പം കടവയാതി നമ്പർ കൂടി പഠിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നി.
അത് പഠിപ്പിക്കുന്നുണ്ടാവും അടുത്ത ദിവസങ്ങളിൽ. അങ്ങനെ നമ്മുടെ പൈതൃകത്തിൻ്റെ ഓരോ കാര്യങ്ങളും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പഠിപ്പിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.